ചൈനീസ് ബോൾസത്തിൻ്റെ നല്ല കിഡിലൻ വെറൈറ്റീസ് നല്ലൊരു ഓഫർ പ്രൈസിൽ കിട്ടിയാലോ. നമ്മുടെ വീഡിയോയിൽ കാണുന്ന എല്ലാ പ്ലാൻസും നിങ്ങൾക്ക് ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യാവുന്നതാണ്. കൊറിയർ വഴിയാണ് ഈ പ്ലാൻസ് എല്ലാം നമ്മൾ അയച്ചു തരുന്നത്. ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കുറേ വെറൈറ്റീസ് വിത്ത് ഫ്ലവർ ആയിട്ട് കാണാം കേട്ടോ. പക്ഷെ നമ്മൾ ഫ്ലവർ ഉള്ള പ്ലാന്റ്സ് അല്ല തരുന്നത്. നമുക്കറിയാം ചൈനീസ് ബോൾസത്തിൻ്റെ ജിഫി ബാഗിലുള്ള പ്ലാന്റ്സിലൊന്നും അധികം ദിവസം ഇതുപോലെ ഫ്ലവർ നിൽക്കില്ല. പക്ഷേ വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഇതേ സൈസിലുള്ള പ്ലാന്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഇതുപോലെയുള്ള കളർ വെറൈറ്റീസ് ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീഡിയോയിൽ മാക്സിമം ഫ്ലവേഴ്സ് ഉള്ള പ്ലാന്റ്സ് തന്നെ നമ്മൾ കാണിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ബോൾസം പ്ലാന്റ്സിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നാളെ രാവിലെ തന്നെ വരും. അപ്പോൾ ആ വീഡിയോ മിസ്സാവാതെ എല്ലാവരും കാണണേ. ഇംപേഷ്യൻസ് ബോൾസം അല്ലെങ്കിൽ ചൈനീസ് ബോൾസത്തിൻ്റെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് വാങ്ങുന്നവർക്കും നടുന്നവർക്കും കോമൺ ആയിട്ട് കുറേ സംശയങ്ങളുണ്ടാവും. അതിൽ മെയിനായിട്ടുള്ള സംശയം ഇതിൻ്റെ പോട്ടി മിക്സ്, നനവ്, വെയിൽ, വളം, അങ്ങനെയുള്ള 4 കാര്യങ്ങളായിരിക്കും. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ ലോങ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്ന ചില മിസ്റ്റേക്സ് അങ്ങ് മാറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കും വളർത്താൻ പറ്റുന്ന ഏത് ക്ലൈമറ്റിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ചെടിയാണ് ബോൾസം പ്ലാന്റ്. ചൂടുള്ള ക്ലൈമറ്റിൽ ചൈനീസ് ബോൾസം വളർത്താൻ പറ്റുമെന്ന് എല്ലാവർക്കും സംശയം ഉണ്ടാവും. ഏത് ചൂടുള്ള ക്ലൈമറ്റിലും വളർത്താൻ പറ്റും. അപ്പോൾ ചില ക്ലൈമറ്റിൽ നല്ല തണുപ്പായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് നമുക്ക് കുറച്ച് അധികം വെയിൽ കൊള്ളുന്ന സ്ഥലത്തും ഈ പ്ലാന്റ്സ് വളർത്താം. അല്ല, നല്ല ചൂടുള്ള പ്ലേസ് ആണെങ്കിൽ നമുക്ക് അത്രത്തോളം വെയിൽ കൊള്ളുന്ന സ്ഥലത്ത് ഈ പ്ലാന്റ്സ് വളർത്താൻ പറ്റില്ല. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ ഈ പ്ലാന്റ്സ് നല്ല രീതിയിൽ വളർത്തി നമുക്ക് ഇതുപോലെ നന്നായിട്ട് പൂക്കളാക്കി എടുക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് ബോൾസം പ്ലാന്റ്സ് ഫ്ലവർ ചെയ്യാൻ അധിക കാലതാമസം എടുക്കില്ല. ഇതുപോലെ ചെറിയ പ്ലാന്റ്സ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ഇതിൽ ധാരാളം പൂക്കൾ കണ്ടു തുടങ്ങും. വളരെ ശ്രദ്ധയോടെ തണ്ടുകൾ മുറിച്ചെടുത്ത് നട്ട് ഇതിൻ്റെ ഒരുപാട് ചെടികൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. നാടൻ ബോൾസത്തിൽ നമ്മൾ കളറ് ചേഞ്ച് ആവുന്നതായിട്ട് കാണാറുണ്ട്. പക്ഷേ ഈ ഹൈബ്രിഡ് ബോൾസത്തിൻ്റെ കളറ് ഒരിക്കലും ചേഞ്ച് ആയി വരില്ല. അതുപോലെ തന്നെ ഇതിൻ്റെ ഡബിൾ പെറ്റലിൽ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റീസും ഇല്ല. സിംഗിൾ പെറ്റലിൽ തന്നെ ഡബിൾ ഷെയ്ഡ് വരുന്ന നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളേഴ്സ് ഉണ്ട്. അതെല്ലാം ഇൻക്ലൂഡ് ചെയ്ത് മാക്സിമം കളർ വെറൈറ്റീസ് ഉൾപ്പെടുത്തിയാണ് 10 വെറൈറ്റീസ് അടങ്ങുന്ന ഒരു കോംബോ ഓഫർ നമ്മൾ അയച്ചു തരുന്നത്. ഈ കണ്ട വീഡിയോ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും ഓരോ പ്ലാന്റ്സിൻ്റെയും ഇലകൾ വ്യത്യസ്തമാണ്. ഇതിനകത്തുണ്ടാവുന്ന വെയിൻസിൻ്റെ കളറടക്കം വ്യത്യസ്തമാണ്. അങ്ങനെ നോക്കിയാണ് ഓരോ കളർ വെറൈറ്റീസും നമ്മൾ ഓരോരുത്തർക്കും കൊടുക്കാനായിട്ട് സെലക്ട് ചെയ്യും. എല്ലാ ഡീറ്റെയിൽസും ഉൾപ്പെടുത്തിയിട്ടുള്ള നമ്മുടെ നാളത്തെ വീഡിയോ ആരും മിസ്സാക്കരുത് കേട്ടോ.